ഈ നാട്ടിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആലോചിച്ച് പോകും നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. അത്തരത്തിലൊരു സംഭവത്തെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സർക്കാർ ആശുപത്രിയിലെ രോഗികളുടെ തിരക്ക് കണ്ട് സ്വകാര്യ വ്യക്തി ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങിക്കൊടുത്തു. പക്ഷേ 1.5 മാസം കഴിഞ്ഞിട്ടും ടോക്കൺ മെഷീൻ ആശുപത്രി അധികൃതർ പ്രവർത്തിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരം വെള്ളറട ആനപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ സംഭവം നടന്നത്. കുടപ്പനമൂട് സ്വദേശി വാങ്ങി നൽകിയ ടോക്കൺ സിസ്റ്റം അങ്ങനെ അനങ്ങാതെ വെച്ചിരിക്കുക. വെള്ളറടയിലെ ആനപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് അമ്മയെ ചികിത്സിക്കാൻ എത്തിയതാണ് കുടപ്പനമൂട് സ്വദേശി സനൽ പാലക്കൽ. ജൂലൈ മാസത്തിലാണ്. വലിയ തിരക്കായിരുന്നു ആ ദിവസം. അമ്മയെ കൃത്യമായി ചികിത്സിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഡോക്ടറെ കാണണമെങ്കിൽ വലിയ തിരക്ക് കഴിയണമായിരുന്നു. രോഗികൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങി നൽകാൻ സനൽ തീരുമാനിക്കുന്നത്. ജൂലൈ 25-ന് ടോക്കൺ സിസ്റ്റം ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. പക്ഷേ ആ ടോക്കൺ സിസ്റ്റം 1.5 മാസം പിന്നിട്ടിട്ടും പ്രവർത്തിച്ചു കണ്ടിട്ടില്ല. കുടപ്പനമൂട് സ്വദേശി സനൽ പാലക്കലാണിത്. സനലിൻ്റെ മാതാവ് സെൽവിയെ ആനപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് ചികിത്സിക്കുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള ആശുപത്രിയിൽ രാവിലെയും വൈകുന്നേരവും രോഗികളുടെ തിരക്കാണ്. 3 ഡോക്ടർമാരുണ്ട്. സീനിയോറിറ്റി കാക്കുന്നതിനായി രോഗികൾ കാത്തു നിൽക്കുകയാണ് പതിവ്. ജൂലൈയിൽ അമ്മയെ ചികിത്സിക്കാനെത്തിയെങ്കിലും ഡോക്ടറെ കാണാനായി സനലിന് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. ആശുപത്രിയിലെ ടോക്കൺ മെഷീൻ പ്രവർത്തനരഹിതം. പിന്നാലെയാണ് ആശുപത്രിയിലേക്ക് ഒരു ടോക്കൺ സിസ്റ്റം വാങ്ങി നൽകാമെന്ന് സനൽ തീരുമാനിക്കുന്നത്. അതിലെ ഏറ്റവും വിഷമം എന്ന് പറഞ്ഞാൽ കസേര കാലിയായിട്ട് കിടക്കുകയാണ്. എന്നിട്ടും സാധാരണക്കാരായ രോഗികൾക്ക് ഇരിക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഇരുന്നാൽ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അത് മാറണം. സീറ്റ് അവിടെ ഉണ്ട്. സീറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അത്രയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ സീറ്റ് കാലിയാണ്. പക്ഷേ ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്നാൽ നമ്മുടെ സീനിയോറിറ്റി നഷ്ടപ്പെടും. ഈ ഇടയ്ക്ക് പോയപ്പോൾ എനിക്ക് വിഷമമായി പോയി. അന്ന് ഇതുപോലെ ക്യൂ നിന്ന് അമ്മയെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇത് മാറണമെന്നുള്ളതാണ് ആഗ്രഹം. 25,000 രൂപ മുടക്കി ജൂലൈ 25-ന് ടോക്കൺ സിസ്റ്റം വാങ്ങി ആശുപത്രി സൂപ്രണ്ടിന് കൈമാറുകയും ടെക്നീഷ്യൻസിനെ കൊണ്ട് അത് ഫിറ്റ് ചെയ്യുകയും ചെയ്തു. 3 ഡോക്ടർമാർക്കും ടോക്കൺ സിസ്റ്റം പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു സംവിധാനം സജ്ജീകരിച്ചത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, 1.5 മാസം പിന്നിട്ടിട്ടും ടോക്കൺ മെഷീൻ പ്രവർത്തിച്ചിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് അപ്പോഴും തന്നെ പ്രവർത്തിക്കേണ്ട സാധനമാണ്. ഇതിലെന്തോ ഇരിക്കുന്നു, ഒന്നുമില്ല. ഇതിന് ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സൂപ്രണ്ടിനോട് അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇതിന് അതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ഉദ്ഘാടനത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്കത് വിഷമം മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയിട്ടില്ല. കാരണം അത് ഉദ്ഘാടനം എന്ന് പറഞ്ഞ സാധനം അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്ഘാടനം വേണ്ട, അതങ്ങ് പ്രവർത്തിക്കട്ടെ. ഒരു ചെറിയൊരു ഇലക്ട്രോണിക് സാധനം, അതിൻ്റെ വാല്യൂ ഒന്നും നോക്കണ്ട, അതിൻ്റെ ഉപയോഗമാണ്. 1.5 മാസം ജൂലൈ 25-ാം തീയതിയാണ് ഞാൻ സൂപ്രണ്ടിന് കൈമാറുന്നത്. അന്ന് തന്നെ ഫിറ്റ് ചെയ്യുകയും ചെയ്ത സാധനമാണ്. ഇതുവരെ അത് പ്രവർത്തിച്ചിട്ടില്ല. ടോക്കൺ മെഷീൻ പ്രവർത്തിക്കാത്തതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ സിസ്റ്റം വാങ്ങിയതാണ് ഇതിങ്ങനെ നിലച്ചിരിക്കാൻ കാരണമെന്നാണ്. കൊള്ളാം, പൊതുരംഗത്തെ ഇങ്ങനെ തന്നെ സേവിക്കണം. സാഹചര്യം കണ്ട് സേവനസന്നദ്ധരായി സ്വമേധയാ രംഗത്തു വരുന്ന മനുഷ്യരെ ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഉത്തരവാദിത്വപ്പെട്ടവർ വെറുപ്പിക്കരുത്. സിറിലിനും സതീഷിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഈ തിരുവനന്തപുരത്തെ വെള്ളറട ആനപ്പാറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്നത്. ഒരാൾ കുടപ്പനമൂട് സ്വദേശിയായ അദ്ദേഹം ടോക്കൺ സിസ്റ്റം വാങ്ങിക്കൊടുത്തപ്പോൾ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന ആളുകളുടെ കഴിവുകേട് എന്നല്ലേ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അതിന് മുകളിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഇടപെട്ട് ആ സിസ്റ്റം പ്രവർത്തിപ്പിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കണം എന്നാണ് 24-ന് പറയാനുള്ളത്.